എല്ലാവർക്കും നമസ്കാരം. ഇറ്റലിയിൽ എത്തിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇതുവരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ജോലിയിൽ ഇതുവരെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അതല്ല, കിട്ടിയ ജോലിയുടെ കോൺട്രാക്റ്റ് തീർന്നു. ഇനി എന്ത്? ഇനി അതുമല്ല, ഇറ്റാലിയൻ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഇനി എന്ത് ചെയ്യും? കമ്പനി അസിസ്റ്റന്റ് ആയിട്ട് വെയർഹൗസുകളിൽ, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ സെക്ടറുകളിൽ എല്ലായിടത്തു നിന്നും റിജക്ഷൻ. എക്സ്പീരിയൻസ് ഇല്ല, ലാംഗ്വേജ് കുറവാണ്. അതിലും വലിയൊരു പ്രോബ്ലം എന്താണെന്നറിയാവോ? കൃത്യമായ ഒരു വഴി അതാരും പറഞ്ഞു തരുന്നില്ല. ഫ്രണ്ട്സ് പറയുന്ന പല വഴികളും ട്രൈ ചെയ്യും, പല ഏജൻസികളും കയറിയിറങ്ങി, പക്ഷെ റിസൾട്ടൊന്നും ലഭിച്ചില്ല. എങ്കിൽ ഇതെല്ലാം മാറാൻ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഇറ്റലിയിൽ തന്നെയുണ്ട്. ഫ്രീ ട്രെയിനിങ്, സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ്. ഇനി ഇതുകൂടാതെ നിങ്ങൾ പഠിക്കാൻ ചെലവാക്കുന്ന ഓരോ മണിക്കൂറിനും പേയ്മെന്റും നൽകും. അതും ഇറ്റാലിയൻ ഗവൺമെന്റ് സപ്പോർട്ടുള്ള പ്രോഗ്രാമുകൾ വഴി. പലർക്കും ഇതിനെക്കുറിച്ച് ഐഡിയ പോലുമില്ല. അറിയുന്നവർ പോലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല. പക്ഷെ ശരിയായി യൂസ് ചെയ്തവർ ഇന്ന് ഇറ്റലിയിൽ സ്റ്റേബിൾ ജോബ് ഉള്ളവരാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അഖില ടിബിൻ. ഇറ്റലിയിലെ റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും പഠിക്കുന്നതിനായിട്ട് മറക്കാതെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇൻട്രോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇറ്റലിയിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. ഇപ്പോൾ നേരിട്ട് കാര്യത്തിലേക്ക് പോകാം. എന്താണ് ഈ ചേഫൽ പ്രോഗ്രാം? സിമ്പിളായി പറഞ്ഞാൽ, ചേഫൽ എന്നത് ഇറ്റലിയിലെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഓർഗനൈസേഷനാണ്. പക്ഷേ ഇത് വെറും ഒരു ട്രെയിനിങ് സെന്റർ അല്ല, ഇതൊരു സിസ്റ്റം തന്നെയാണ്. ആളുകളെ ജോബിനായിട്ട് റെഡിയാക്കി ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റം. ഇതിൻ്റെ മുഴുവൻ പേര് സെൻട്രോ യൂറോപ്പിയ പെർ ല ഫോർമസിയോണെ എ ഇൽ ലവോറോ എന്ന് വെച്ചാൽ ജോലി ലഭിക്കാനും ട്രെയിനിങ് നൽകുന്ന ഒരു യൂറോപ്യൻ ലെവൽ ഓർഗനൈസേഷൻ. ഇനി വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതെന്തിനാണ് ഉണ്ടാക്കിയത്? ഇറ്റലിയിൽ ഒരു വലിയ പ്രോബ്ലം തന്നെ ഉണ്ടായിരുന്നു. കമ്പനികൾക്ക് വർക്കേഴ്സിനെ വേണം, പക്ഷെ സ്കിൽഡ് വർക്കേഴ്സ് വളരെ കുറവാണ്. ഇനി ഇതേ സമയം ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്ക് സ്കില്ലില്ല, എക്സ്പീരിയൻസും ഇല്ല. ഇവിടെയാണ് ചേഫൽ പോലെയുള്ള പ്രോഗ്രാം എൻറ്റർ ചെയ്തത്. കമ്പനികൾക്ക് വേണ്ട സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നു, ജോലി അന്വേഷിക്കുന്ന ആളുകളെ അതിനായിട്ട് തയ്യാറാക്കുന്നു. ഇത് വെറും ഒരു തിയറി മാത്രമല്ല, ഇവിടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് തന്നെയാണ് മെയിൻ. ഇനി ഇത് കുറച്ചും കൂടെ വ്യക്തമാക്കാൻ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ നിങ്ങൾ വെയർഹൗസ് ജോബ് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്ന് കരുതുക. ചേഫാലിൻ്റെ പ്രോഗ്രാമിലൂടെ നിങ്ങൾ പഠിക്കുന്നത് ഗുഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, പാക്കിംഗ് എങ്ങനെ ചെയ്യണം, സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്, റിയൽ വർക്ക് എൻവിറോൺമെൻറ്റ് എങ്ങനെയായിരിക്കും. അതായത് ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നു. ഇനി ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് അറിയാമോ? ഇതിലെ ഇന്റേൺഷിപ്പ്. അതിന് സ്റ്റേജ് എന്നാണ് ഇവിടെ പറയുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് റിയൽ കമ്പനിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് തന്നെയാണ് പിന്നീട് ജോബ് കിട്ടാൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കമ്പനികൾ തന്നെ നിങ്ങളെ ഏറ്റെടുക്കാനും തയ്യാറാണിവിടെ. പക്ഷേ ഇവിടെ ഒരു കാര്യം ക്ലിയറായി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ചേഫൽ എന്നത് ഒരു മാജിക്കൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്താൽ ജോബിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ശരിയായിട്ടാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ, സീരിയസ് ആയി അപ്രോച്ച് ചെയ്താൽ ഇത് നിന്റെ ലൈഫ് തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്തവർ ഇപ്പോഴും ഈ അവസരം മിസ് ചെയ്യുന്നു. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ലോ ലെവൽ ജോബിൽ തന്നെ സ്റ്റക്കായി പോകുന്നത്. എങ്കിൽ ചേഫൽ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനാണ്. 0 മുതൽ സ്കിൽ ബിൽഡ് ചെയ്യുക, ജോബ് മാർക്കറ്റ് റെഡിയാക്കുക. ഇനി നോക്കാം, ഈ ചേഫൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിനക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക എന്ന്. ടൈം ഇൻവെസ്റ്റ് ചെയ്യണോ? ഇനി എഫേർട്ട് വേണോ? വെർത്താണോ? ഇപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് ഫ്രീ ആണ്, ലോ കോസ്റ്റ് ട്രെയിനിങ് ആണ്. ഇറ്റലിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇവിടെ ജീവിക്കാൻ മിനിമം റെൻറ്റ്, ഫുഡ്, എക്സ്പെൻസസ്
ഇതെല്ലാം ഹൈ ആണ്, അഥവാ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഫ്രീ ട്രെയിനിങ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പലർക്കും ഇത് തന്നെയാണ് ബിഗ്ഗസ്റ്റ് എൻട്രി പോയിന്റ്. ഇനി രണ്ടാമത്തേത് റിയൽ സ്കിൽ ഡെവലപ്മെന്റ്. ഇത് വെറും ഒരു തിയറി ക്ലാസ് അല്ല, റിയൽ ജോലി ചെയ്യാൻ വേണ്ട സ്കിൽ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെയർഹൗസ് ജോബിനാണെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്ത് ഇതിന്റെ പാക്കിങ്ങും സ്കാനിങ്ങും ലോഡിങ്ങും സേഫ്റ്റി റൂൾസ് സഹിതം ഇവയെല്ലാം പ്രാക്ടിക്കലായി തന്നെ നിങ്ങളെ പഠിപ്പിച്ച് ശരിക്കും ഒരു വെയർഹൗസ് വർക്കറായി തന്നെ നിങ്ങളെ മാറ്റിയെടുക്കുന്നു. ഇനി അടുത്ത ബെനിഫിറ്റാണ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് പലർക്കും ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റലിയിലെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് അതൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാക്കും. ഞാൻ ട്രെയിൻഡ് ആണ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തതാണ് സ്റ്റേജ്. ഇത് ഗെയിം ചേഞ്ചർ തന്നെയാണ്. ട്രെയിനിങ് കഴിഞ്ഞ് റിയൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുക, ഇത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും. പലർക്കും ഇതിലൂടെ ഡയറക്റ്റ് ജോബ് കിട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല നിങ്ങൾക്കിത് പേയ്മെന്റോടുകൂടി തന്നെയാണ് ലഭിക്കുന്നത്. ഇനിയുള്ളതാണ് ജോബ് ഓപ്പർച്യൂണിറ്റി. ചേഫാൽ ഒരിക്കലും ജോബ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല, പക്ഷേ ട്രെയിനേഴ്സ് ആയിട്ട് കമ്പനീസ്, നെറ്റ്വർക്ക് ഇവ വഴി ജോബ് കണക്ട് ചെയ്യാൻ ചാൻസ് കിട്ടും. റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് എഫേർട്ട് എങ്കിൽ ജോബ് റെഡി. ഇനിയുള്ളതാണ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. ഇറ്റലിയിലെ ബിഗ്ഗസ്റ്റ് ബാരിയർ എന്താണെന്നറിയാവോ? ലാംഗ്വേജ്. ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്താൽ ഡെയിലി ഇൻട്രാക്ഷൻ, വർക്ക് കമ്മ്യൂണിക്കേഷൻ, റിയൽ എൻവിറോൺമെന്റ് ഇവ വഴി നിങ്ങളുടെ ഇറ്റാലിയൻ ലാംഗ്വേജ് പതിയെ ഇംപ്രൂവ് ചെയ്യും. കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഇനി ഇറ്റാലിയൻ ഭാഷ തീരെ അറിയാത്തവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും ഇതിൽ നൽകുന്നുണ്ട്. ഇനിയുള്ളതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നത്. ജോബ് ഇല്ലാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഇംപ്രൂവ് ആക്കാൻ ചേഫൽ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഓരോ ജോലികളും എന്താണെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരെ മീറ്റ് ചെയ്യാനും സിസ്റ്റം മനസ്സിലാക്കാനും ഇതിലൂടെ നിങ്ങളുടെ പേടി ഇല്ലാതാക്കാനും. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ചേഫലിൽ ജോയിൻ ചെയ്താൽ സക്സസ് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എഫേർട്ട് വേണം, ഒപ്പം ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സീരിയസ് അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനഫിറ്റ് ഒന്നും തന്നെ ഇതിൽ നിന്ന് ലഭിക്കില്ല. പക്ഷെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്താൽ ഇത് ജസ്റ്റ് ഒരു ട്രെയിനിങ് മാത്രമായിരിക്കില്ല, ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് തന്നെയാകും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചേഫലിനെ കുറിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് തന്നെ നമുക്ക് മാറാം. ചേഫൽ കോഴ്സുകൾ എവിടെയൊക്കെയാണ് ലഭ്യമെന്ന് നോക്കാം. കാരണം ഇതെല്ലാ സിറ്റികളിലും അവൈലബിൾ അല്ല. ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് നിന്റെ ഓപ്പർച്യൂണിറ്റി തന്നെ ഡിസൈഡ് ചെയ്യും. ചേഫൽ കോഴ്സ് മെയിൻലി സ്ട്രോങ് ആയിട്ടുള്ള റീജിയൻസ് എമിലിയ റൊമാഗ്ന, ലൊംബർദിയ, വേനത്തോ ഇവ തന്നെയാണ് ഇറ്റലിയിലെ ഇൻഡസ്ട്രിയൽ പരമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള റീജിയൻസ്. ഇനി ഓരോന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എമിലിയ റൊമാഗ്ന. ഇത് ഇറ്റലിയിലെ ഏറ്റവും ആക്റ്റീവ് ട്രെയിനിങ് നൽകുന്ന റീജിയനിൽ ഒന്നാണ്. ഇനി ഈ ഒരു റീജിയൻ്റെ അകത്ത് ഏതൊക്കെ സിറ്റികളിലാണ് ഇത് ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ബൊളോഞ്ഞ, മോദന, പാർമ ഇവിടങ്ങളിൽ വെയർഹൗസ്, ഫാക്ടറി, ലോജിസ്റ്റിക് ജോബുകൾ, ഒപ്പം IT മേഖലയിലും അവർ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഇനി അടുത്തതാണ് ലൊംബർദിയ. ഇത് ഇറ്റലിയിലെ എക്കണോമിക് ഹബ്ബ് തന്നെയാണ്. മിലാൻ ഏരിയ. ഇവിടെ ഹോട്ടൽ ജോബ്, ക്ലീനിങ്, വെയർഹൗസ്, സർവീസ് സെക്ടർ, കൃത്യമായി പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലായിട്ടുള്ള ഏരിയ. പക്ഷേ കോമ്പറ്റീഷനും കൂടുതലാണ് ഇവിടെ. ഇനിയുള്ളതാണ് വേനത്തോ. ഇനി ഇതിലെ സിറ്റികൾ വെറോണ, പാദുവ, വെനീസ് ഏരിയ. ഇവിടങ്ങളിൽ പൊതുവെ ടൂറിസത്തിനും അതുപോലെ തന്നെ വെയർഹൗസ് ജോബിനും ഹൈ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ സീസണൽ ജോലികൾക്ക് നല്ല ചാൻസ് ഉള്ള ഏരിയ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നീ ഏത് സിറ്റിയിലാണുള്ളത് എന്നത് മാറ്റർ തന്നെയാണ്. നിയർ ബൈ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ ഈസി ആക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ടി വരും.
പലർക്കും ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട്. ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും കോഴ്സ് എന്ന് കരുതുന്നു. പക്ഷെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചാൻസുകൾ നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. ബെസ്റ്റ് അപ്രോച്ച് എന്താണെന്നറിയാമോ? ലോക്കലായിട്ടുള്ള ഏരിയ ആദ്യം ചെക്ക് ചെയ്യുക, നിയർ ബൈ ട്രെയിനിങ് സെൻറ്റേഴ്സ് വിസിറ്റ് ചെയ്യുക, ഡയറക്റ്റായിട്ട് എൻക്വയറി നടത്തുക. ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിലയിരുത്തരുത്. ഇനി നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ള സിറ്റീസ് ചൂസ് ചെയ്യുക. കാരണം അവിടെ ട്രെയിനിങ്ങും ജോബും രണ്ടും ഒരുപോലെ തന്നെ കണക്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ലൊക്കേഷൻ ശരിയായാൽ നിങ്ങളുടെ പകുതി പ്രോബ്ലവും സോൾവ് ആയി. അതേസമയം റോങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എഫേർട്ട് വെറുതെ വേസ്റ്റ് ആകും. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് തന്നെ പോകാം. JFL എന്തെല്ലാം കോഴ്സുകളുണ്ട്, ഏത് കോഴ്സാണ് ജോബ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുകൂടി നോക്കാം. ആദ്യത്തേത് വെയർഹൗസും ലോജിസ്റ്റിക് കോഴ്സുകളും. ഇതാണ് ഏറ്റവും ഡിമാൻഡുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും. ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക വെയർഹൗസ് വർക്കറായിട്ട്, ലോജിസ്റ്റിക് അസിസ്റ്റൻ്റ്, ഫാക്ടറി ഹെൽപ്പറായിട്ട്. ഇറ്റലിയിൽ ഇ-കൊമേഴ്സ് വളരെ വേഗം തന്നെയാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ വെയർഹൗസ് ജോബുകൾക്ക് വളരെയധികം ഡിമാൻഡാണ് ഇവിടെയുള്ളത്. ഇനിയുള്ളതാണ് ക്ലീനിങ് ആൻഡ് ഫെസിലിറ്റി കോഴ്സ്. ഇത് സിമ്പിളായി തോന്നാം, പക്ഷെ സ്റ്റഡി ജോബുള്ള ഫീൽഡാണ്. ഓഫീസ് ക്ലീനിങ്, ഹോട്ടൽ ക്ലീനിങ്, പബ്ലിക് ഏരിയ മെയിൻ്റനൻസ്. ഇതിലെ ജോബ് റോൾസ് വരുന്നത് ഫെസിലിറ്റി അസിസ്റ്റൻ്റ്, ഹോട്ടൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ക്ലീനർ. ഇതിൽ എൻട്രി ഈസിയാണ്. എക്സ്പീരിയൻസും ലാംഗ്വേജും കുറവുള്ളവർക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തതാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ കോഴ്സുകൾ. ഇറ്റലി ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ സർവീസ്, റൂം ക്ലീനിങ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ് ബേസിക്സ് ഇതെല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹോട്ടൽ സ്റ്റാഫ്, റെസ്റ്റോറൻറ്റ് ഹെൽപ്പർ, സർവീസ് അസിസ്റ്റൻ്റ്. ഇവിടെയും സീസണൽ ജോബ് കൂടുതലായിട്ട് ലഭിക്കും. ഇനി വരുന്നതാണ് കെയർ ഗീവർ ജോബ്. ഡിമാൻഡ് കൂടിയ മറ്റൊരു ജോലി ഇതാണ്. എൽഡർലി കെയർ, ഡെയിലി സപ്പോർട്ട്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് ബേസിക്സ്. ഇതിലെ ജോബ് റോൾസ് വരുന്നത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട്, ഹോം സപ്പോർട്ടർ വർക്കറായിട്ട്. ഇനി അടുത്തതാണ് ബേസിക് ടെക്നിക്കൽ. ഇത് കൃത്യമായി പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡാണ്. ഇനി ഇതിൽ വരുന്നത് മെഷീൻ ബേസിക്, ഫാക്ടറി സേഫ്റ്റി, പ്രൊഡക്ഷൻ ലൈൻ വർക്ക്. ഇതിൽ വരുന്നത് ഫാക്ടറി വർക്കറായിട്ട്, പ്രൊഡക്ഷൻ ഹെൽപ്പറായിട്ട്. ഇനി വരുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലികൾ. ഇതിൽ മെയിനായിട്ട് ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജുമാണ്. ഇനിയുള്ളതാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റായ ഓസ് എന്ന കോഴ്സ്. ഇവിടെ ഓസ് കഴിഞ്ഞവർക്ക് ഹൈ ഡിമാൻഡ് തന്നെയാണ്. അത് ഹോസ്പിറ്റലിലും എല്ലാ ഹെൽത്ത് കെയർ സെക്ടറുകളിലും. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ലൊക്കേഷനിലും ഓസ് എന്ന കോഴ്സ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റിലൂടെ ഓസ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നൽകുന്നതായിരിക്കും. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ബെസ്റ്റ് ചോയ്സ് അങ്ങനെ ഒരെണ്ണമില്ല. ഇവിടെ നിങ്ങൾക്ക് ഏതാണോ യോജിച്ചത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ തന്നെ കോഴ്സ് സെലക്ട് ചെയ്യുക. ഇനി ചില റീജിയൻസിൽ ഒരേ സമയം 2 കോഴ്സും പഠിക്കാനായിട്ട് അവസരമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സാഹചര്യവും സമയവും അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കാണ്, എൻ്റെ ഫ്രണ്ട്സ് എന്താണോ ചെയ്തത് അതനുസരിച്ച് ഞാനും ഫോളോ ചെയ്യും എന്ന് പറയുന്നത്. പിന്നെ റാൻഡമായിട്ട് കോഴ്സുകളിലെല്ലാം പോയിട്ട് ജോയിൻ ചെയ്യും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാം, നല്ലൊരു ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്കും ബിൽഡ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ സക്സസ് നേടാം. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും റിസൾട്ട് ഒട്ട് കിട്ടുന്നുമില്ല. ഇറ്റലിയിലെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് അതെന്താണെന്നറിയാമോ? കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ബേസിക് ഇറ്റാലിയൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം, ട്രെയിനിങ് സപ്പോർട്ട് കൂടുതൽ കിട്ടും,
കോൺഫിഡൻസ് ലെവല് ഇൻക്രീസ് ആകും. ഇനി ഇതിൽ വേണ്ടതാണ് റെഗുലർ ആയിട്ടുള്ള അറ്റൻഡൻസ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാം, പക്ഷേ ഇത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡെയിലി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ലേറ്റ് ആവരുത്, മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഓരോ ക്ലാസ്സിനും, അതായത് ഓരോ മണിക്കൂറിനും പേയ്മെൻറ്റ് കൂടി അവർ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ഇറ്റലിയിലെ ജോലി കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇത് തന്നെയാണ്. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കണക്ഷൻസ് ഉണ്ടാക്കുക. നിങ്ങളുടെ ട്രെയിനേഴ്സ്, സൂപ്പർവൈസേഴ്സ് ഇവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനിയുള്ളത് നിങ്ങളുടെ സ്റ്റേജ് അഥവാ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. ഇത് നിങ്ങൾ സീരിയസ് ആയി തന്നെ എടുക്കുക. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആയിട്ട് മാത്രം കാണാതെ സീരിയസ് ആയി തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുക. അതിൽ പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ, നിങ്ങളുടെ പെർഫോമൻസ് ഇതെല്ലാം അവർ വിലയിരുത്തുന്നതായിരിക്കും. ഇനി ഇതിനൊക്കെ ഉപരി നല്ലൊരു മൈൻഡ് സെറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജോലി തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ചേഫൽ പ്രോഗ്രാമിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ സമയങ്ങളിലാണ് ഈ ഒരു പ്രോഗ്രാം, എല്ലാ കാര്യങ്ങളും അടുത്ത പാർട്ടിൽ നമുക്ക് വിശദമായി കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ആ ഹൈ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.